بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, എന്നേക്കാൾ പ്രായം കൂടിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സമപ്രായക്കാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നേരത്തെ സംസാരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹമായി ജുബൈൽ ദഅവ സെന്ററിന്റെ കീഴിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിനെ വരവേൽക്കുവാൻ മാനസികമായി, ശാരീരികമായി, ബൗദ്ധികപരമായി ഒരുങ്ങുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഏതാനും മിനിറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്നത് ഉപജീവന മാർഗത്തിനു വേണ്ടി എത്തിച്ചേർന്ന അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ നമ്മുടെ സാലറി കൊണ്ടും നമ്മുടെ ശമ്പളം കൊണ്ടും ജീവിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ നാട്ടിലുണ്ട്. ഇവിടെ എത്തിച്ചേർന്നത് ഉപജീവന മാർഗത്തിൻ്റെ മേഖലകളെ കണ്ടെത്തിക്കൊണ്ട് ആ രംഗത്ത് വർധനവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ മാർഗം ഏറ്റവും പരിശുദ്ധമാകണം എന്ന് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് നാം എല്ലാവരും. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുവാനും അത് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുവാനും, അങ്ങനെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി, നിഷ്കാപട്യമായ മനസ്സുമായി ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉന്നത വാചകം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ
വരും ദിവസങ്ങളിൽ വീടുകൾ വൃത്തിയാക്കുകയാണ്. മങ്ങിപ്പോയ പെയിന്റ് മാറ്റിക്കൊണ്ട് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പുതിയ പെയിന്റിംഗ് നടത്തുകയാണ്. വീട്ടിലെ അലമാരകളും ഫർണിച്ചറുകളും പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി ആസകലം തുടച്ച് വൃത്തിയാക്കുകയാണ്, കഴുകി വൃത്തിയാക്കുകയാണ്. വീടിന്റെ ഓരോ റൂമിലെ കോർണറുകളും പൊടി പിടിച്ച് കിടക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊണ്ട് വൃത്തിയാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത്. പക്ഷെ മനുഷ്യൻ നന്നാക്കാൻ, ക്ലിയർ ചെയ്യാൻ, തുടച്ച് വൃത്തിയാക്കുവാൻ മറന്നു പോകുന്ന ഒരു വലിയ ഭാഗമുണ്ട്. അതാണ് മനുഷ്യന്റെ മനസ്സ്. വീട് ഭംഗിയാക്കിയതുകൊണ്ട്, ഫർണിച്ചറുകൾ തുടച്ചു വൃത്തിയാക്കിയതുകൊണ്ട്, വീടും പരിസരവും അലങ്കൃതമാക്കിയതുകൊണ്ട്, പരിശുദ്ധ റമളാൻ വരുന്നു എന്ന് പറഞ്ഞ് പള്ളിയിലെ കാർപ്പറ്റുകൾ മാറ്റിയതുകൊണ്ട്, പള്ളി പരിസരങ്ങളിൽ തോരണങ്ങൾ തൂക്കിയതുകൊണ്ട്, സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ മനസ്സ് മാറിക്കൊള്ളണമെന്നില്ല. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് നന്നായാൽ ശരീരം അസകലം നന്നാവും, അത് കേടുവന്നാൽ ശരീരം അസകലം കേടുവരുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ ഇന്ന് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ വൃത്തിയാക്കാൻ മറന്നുപോകുന്ന ഭാഗമാണ് ഖൽബ്, മാറിക്കൊണ്ടിരിക്കുന്ന അത്. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കേന്ദ്രമാണ്. ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാൻ അറബി ഭാഷയിൽ ഖല്ലിബ് എന്ന് പറയാം. നാം ഉപയോഗിക്കുന്ന ഒരു സാമഗ്രം, ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അതൊന്ന് മറിച്ചു വെക്കാൻ വേണമെങ്കിൽ അറബി ഭാഷയിൽ ഖല്ലിബ് എന്ന് പറയാം. തിരിച്ചിട്, മറിച്ചു വെക്ക്. അപ്പൊ ഹൃദയം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒന്ന്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹുവേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ എന്ന പ്രയോഗവും കാണാം. ഏതായാലും ഹൃദയം ഉറപ്പിച്ചു നിർത്തുകയും ഹൃദയത്തിലേക്ക് ചെന്നെത്തിയിരിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ അറിവുകളെ ഉപയോഗപ്പെടുത്തി ഈ ജീവിതത്തെ ഇസ്തിഖാമത്തിലേക്ക് എത്തിക്കുവാൻ, നിലനിന്നു പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാകർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഒരു മുസൽമാന് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് സത്യത്തിൽ അവൻ രക്ഷപ്പെടുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതെ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അവിടെ സംസ്കരിച്ചവൻ വിജയം പ്രാപിക്കുകയാണ്, അതിനെ ശുദ്ധീകരിച്ചവൻ വിജയം പ്രാപിക്കുകയാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിന് നേരെ വിപരീതാർത്ഥത്തിൽ ജീവിതമുണ്ടായാൽ അവൻ പരാജയപ്പെടുകയാണ്. എവിടെ പരാജയപ്പെടുന്നു? ബാഹ്യമായ നോട്ടങ്ങളിലും ഇടപെടലുകളിലും ഒരുപക്ഷെ ഭൗതികമായ ലോകത്ത് അവൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞേക്കാം. ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരാൾ, ജീവിതത്തിൽ ഇസ്ലാമിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മുറപ്രകാരം ചെയ്തു പോകാത്ത ഒരാൾ, ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ കടന്നുവരുന്ന മാറി മാറി കടന്നുവരുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്
പരീക്ഷണാടിസ്ഥാനത്തിൽ അനുഗ്രഹങ്ങൾ കൂമ്പാരമായി വന്നിറങ്ങുന്നത് ഒരുപക്ഷെ കാണുന്ന അയൽവാസിക്ക് 5 നേരം നമസ്കരിക്കുന്ന ഞാൻ നിരന്തരമായി ആകാശത്തിന്റെ അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ആകാശത്തിന്റെ മേലാപ്പിലിരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് കണ്ണു നിറയെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ, കണ്ണുനീരുകൾ അത് ചാലിട്ടൊഴുകി താടിരോമങ്ങളിലൂടെ ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നെഞ്ചിടത്തിലേക്ക് ഒറ്റി വീണുകൊണ്ട് ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലാണ്. പക്ഷേ അപ്പുറത്തതാ എന്നും വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുന്നവൻ, കേട്ടുകൊണ്ടിരിക്കുന്നവൻ, അശ്ലീലത മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ആഭാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവൻ, അവന് സുന്ദരമായ ജീവിതം നയിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ബാഹ്യ നോട്ടങ്ങളിൽ ഒരുപക്ഷെ അവനാണ് സുഖിക്കുന്നവനെന്ന് നമുക്ക് തോന്നിയേക്കാം. പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ വേർതിരിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരു മുഅ്മിനിന് സാധിക്കണം. അതുകൊണ്ട് നന്നാവേണ്ടത്, ശരിയാവേണ്ടത് ബാഹ്യാർത്ഥത്തിലുള്ള എൻ്റെ ഡ്രസ്സ്, എൻ്റെ രൂപം, എൻ്റെ ഭാവം, എൻ്റെ കോലം, എൻ്റെ പെരുമാറ്റങ്ങൾ ബാഹ്യാർത്ഥത്തിലല്ല. പ്രിയപ്പെട്ടവരെ, മാറേണ്ടത് അകത്തളങ്ങളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളറയിലാണ്, നെഞ്ചിന്റെ ഉള്ളറയിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അതിന്റെ പ്രതിധ്വനികൾ, അതിന്റെ പ്രതിഫലനങ്ങൾ, അത് നന്മയായി, ഖൈറായി ജീവിതത്തിൽ വാക്കുകളിലൂടെ, ഇടപെടലുകളിലൂടെ, ക്രയവിക്രയങ്ങളിലൂടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ സുതാര്യമായി, സുവ്യക്തമായി പുറത്തേക്ക് വരണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ മാറ്റം ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. ആരും നമുക്കില്ലാത്ത സമയത്ത് ഏറ്റവും സലീമായ ഒരു കൽബുമായി നാളെ പരലോകത്ത് ചെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ ഖുർആൻ അങ്ങനെ തന്നെ പരാമർശിച്ചത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ മക്കളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം മനുഷ്യലോകമേ നിങ്ങൾക്ക് വരാനുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അവിടെ സലീമായ കൽബുമായി, ഋജു മനസ്കനായി. അല്ലേ സുഹൃത്തുക്കളെ, അവിടെ ചെന്നു നിൽക്കുന്നവരല്ലാതെ ആ ദിവസം ഉപകാരപ്പെടാത്ത ദിവസമാണ്. സലീമായ കൽബുമായി വരാത്ത ഒരാൾക്കും അവിടെ രക്ഷപ്പെടാനാവാത്തൊരു ദിവസമാണ്. അവന്റെ സമ്പത്ത് അവൻ ഉപകാരപ്പെട്ടിട്ടില്ല, അവന്റെ മക്കൾ അവൻ ഉപകാരപ്പെട്ടിട്ടില്ല. അവിടെ വെച്ച് കൈവിരലുകൾ ചേർത്തി വായിലേക്ക് തള്ളിക്കയറ്റി അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് വെച്ച് മനുഷ്യലോകം അറിയാതെ പറഞ്ഞു പോകുന്ന വല്ലാത്ത നിമിഷങ്ങളുണ്ടവിടെ. എന്റെ ഈ ചങ്ങാതിയെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് അട്ടഹസിച്ചു പോകുന്ന ദിവസം, വല്ലാതെ വേദനിച്ചു പോകുന്ന ദിവസം, പ്രയാസപ്പെട്ടു പോകുന്ന ദിവസം, അവന് വേണ്ടി ഒരാളും ഒരു വാക്കുപോലും ഉരുവിടാൻ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സാധ്യമല്ലാത്ത ഒരു ദിവസം റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ പോയി നിൽക്കണം. അപ്പൊ റമളാൻ ഇങ്ങനെ വരികയാണ്. റമളാനിന് ഏതാനും ദിവസങ്ങളാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണത്. അന്ത്യയാമങ്ങളിൽ ഉറക്കിനെ മാറ്റിവെച്ച് സജീവമാക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് മനുഷ്യൻ അടുക്കാൻ പോവുകയാണ്. അള്ളാഹുവേ, ഞാൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെല്ലാം മാറ്റി നിർത്തി ഇനി നന്മയുടെ ഒരു സുതാര്യമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ മാനസികമായി, ശാരീരികമായി തയ്യാറാവുകയാണ് എന്ന് ഓരോ മനുഷ്യനും ഈമാനിന്റെ ഏതെങ്കിലും ഒരു കടുകുമണി ബാക്കിയുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പോകുന്ന വല്ലാത്ത ദിവസങ്ങളാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വരാൻ കാരണം അവനെ തെറ്റിക്കാൻ സാധ്യതയുള്ള പിശാചുക്കളെ ചങ്ങലക്കിടുന്ന ദിവസമാണിത്, ദിവസങ്ങളാണത്, മാസമാണത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നന്മകൾ ഹൃദയത്തിൽ ഉറവെടുക്കും. അവന്റെ നാവുകളിലൂടെ നന്മ പറയാൻ പ്രേരിതമാകും. അവന്റെ കണ്ണുകൾ നന്മയിലേക്ക് മാത്രം ഓടാൻ തയ്യാറാകും. അവന്റെ കർണപുടങ്ങൾ നന്മ മാത്രം ശപിക്കാൻ തയ്യാറാകുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. എന്തുകൊണ്ട്? കാരണം പിശാചിനെ അള്ളാഹു ചങ്ങലക്കിടുകയാണ്. ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. അല്ലേ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. പക്ഷേ ഇനി ഇവിടെ ഇരുന്ന് ഓർക്കേണ്ടത് റമദാനിലെ നോമ്പിന്റെ സുന്നത്തുകളെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംശയങ്ങളെ കുറിച്ചോ ഉള്ളൊരു മേഖലയിലേക്ക് ഈ ക്ലാസ് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാ വർഷവും കേൾക്കുന്നതാണ്.
എല്ലാവരും കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നവരാണ്. എങ്ങനെയാണ് നോമ്പ് നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നോമ്പ് നിലനിൽക്കുന്നത്, അതിന്റെ നോമ്പ് തുറക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്, ധൃതി കാണിക്കേണ്ടതുണ്ടോ, ധൃതി കാണിക്കേണ്ടതില്ലേ, ഈ സംശയങ്ങളൊക്കെ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ ഏതൊരു കുഞ്ഞിനും അറിയാവുന്ന വിധത്തിൽ കേട്ട് കേട്ട് നമ്മുടെ കർണപുടങ്ങൾക്ക് തയമ്പ് വന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരാവർത്തന വിരസതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ ഒന്നോർക്കണം, ജീവിതത്തിൽ 40 വർഷമായി ഭൂമിയിലേക്ക് വന്നവർ, 40 വയസ്സായി, 50 വയസ്സായി, 30 വയസ്സായി, 20 വയസ്സായി, പ്രായപൂർത്തിയും പക്വതയും ഒക്കെ ഒരു 15 വയസ്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ, കണക്ക് കൂട്ടുമ്പോ, ശരി അങ്ങനെയാണെങ്കിൽ 30 വയസ്സുള്ളവന് 15 കൊല്ലം അവന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുമുള്ള പരിപക്വമായ 15 വർഷം അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. 30-കാരന് 40-കാരനോ 25 വർഷം കടന്നുപോയി. 50-കാരനോ പ്രിയപ്പെട്ടവരെ 35 വർഷം ഏറ്റവും ചുരുങ്ങിയത് കടന്നുപോയി. അപ്പോ 35 റമളാനുകൾ അവന്റെ ജീവിതത്തിൽ തലോടി, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊടുത്ത്, അവന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കൊടുത്ത്. ചില ആളുകൾക്ക് ഇത് സന്തോഷമാകാം, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. റമളാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ സന്തോഷിക്കുകയാണ്, ചില ആളുകൾ ദുഃഖിക്കുകയാണ്. വല്ലാത്ത കഷ്ടമാണല്ലോ ഇന്ന് എന്ന് തോന്നിപ്പോകുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഇതാ ഞങ്ങൾക്കൊരു സുവർണാവസരം, ഒരു ഗോൾഡൻ ചാൻസ് ലഭിക്കുകയാണല്ലോ എന്ന് സന്തോഷിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളാൽ തലോടി പരിശുദ്ധ റമളാൻ കടന്നുപോയിട്ടുണ്ട്. ദുഃഖങ്ങൾ ആവരണം ചെയ്തുകൊണ്ട് പരിശുദ്ധ റമളാനുകൾ കടന്നുപോയ ദുരവസ്ഥ ലഭിച്ചവരുമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ. ഇവിടെ ഓർക്കുക, കഴിഞ്ഞ റമളാനിന് മുമ്പ്, റമളാൻ തൊട്ട് മുന്നിലെത്തി നിൽക്കുമ്പോ പുകവലിച്ചവർ, പാൻപരാഗ് പോലെയുള്ള ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവർ, വൃത്തികേടുകൾ കണ്ടവർ, മൊബൈലുകളിൽ വേണ്ടാവൃത്തികൾ നോക്കിയിരുന്നവർ, പ്രിയപ്പെട്ടവരെ സൈറ്റുകളിൽ അനാവശ്യമായ സൈറ്റുകളിലേക്ക് കയറിപ്പോയവർ, അനാവശ്യമായത് കണ്ട് കേട്ട് രസിച്ച് രമിച്ച് ജീവിതത്തെ തള്ളി നീക്കിയവർ, 35 കൊല്ലം റമളാനുകൾ ലഭിച്ചിട്ട് 36-ാമത്തെ വർഷം വീണ്ടും റമളാൻ, പുണ്യത്തിന്റെ പൂക്കാലങ്ങൾ അവന്റെ മുന്നിൽ ഇതാ വന്നു നിൽക്കുമ്പോൾ അവൻ ആലോചിക്കേണ്ടത്, എന്റെ ഹൃദയത്തിന് വല്ല മാറ്റവും കഴിഞ്ഞ റമളാനുകൾ നൽകിയിട്ടുണ്ടോ? 15 കൊല്ലവും 10 കൊല്ലവും 8 കൊല്ലവും 5 കൊല്ലവും ഒക്കെ പുണ്യത്തിന്റെ പൂക്കാലമായ മാസത്തിലൂടെ കടന്നു പോകാൻ സുവർണാവസരം ലഭിച്ചിട്ട് എന്റെ ഹൃദയത്തെ നന്നാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ വീട് നന്നാക്കിയത് കൊണ്ട്, ഞാൻ പുതിയ പെയിന്റിംഗ് നടത്തിയത് കൊണ്ട്, ഞാൻ എന്റെ ഫർണിച്ചറുകൾ കഴുകി വൃത്തിയാക്കിയത് കൊണ്ട്, ഞാൻ റമളാനിന് വേണ്ടി കാർപ്പറ്റുകൾ മാറ്റി വിരിക്കാൻ തയ്യാറായത് കൊണ്ട്, റമളാനിന് വേണ്ടി ഞാനിതാ ഇന്ന സ്ഥലത്തേക്ക് ഹറമുകളിലേക്ക് യാത്ര പോയി അവിടെ ഇരിക്കാൻ തയ്യാറാവുകയാണ് എന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട്, തിന്മകളിൽ നിന്ന് രാജി പറയാൻ അവൻക്കാവില്ലെങ്കിൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളിൽ നിന്ന് രാജി പറയാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ, ഇനിയും റമളാൻ അവസാനിച്ചാൽ വീണ്ടും പൂട്ടിവച്ചിരിക്കുന്ന തിന്മകളുടെ ചാനലുകൾ വീണ്ടും തുറക്കാനാണ് ഉമ്മയുടെയും പെങ്ങളുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും മാതാവിന്റെയും പിതാവിന്റെയും തീരുമാനമെങ്കിൽ, പരിശുദ്ധ റമളാൻ അവൻ എന്ത് ഗുണം ചെയ്തു? ഈ ചോദ്യം ബാക്കിയാവണം നമ്മുടെ ഹൃദയത്തിൽ. ഈ ചോദ്യം ബാക്കിയാവണം. നമ്മുടെ ആളുകളെ വിചാരം തെറ്റ് ചെയ്യുക വീണ്ടും തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക വീണ്ടും തൗബ ചെയ്യുക. അങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത്? തൗബയൊക്കെ ഇനി റമളാനിൽ സുദീർഘമായി ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് അൻ-നിസായിലെ 17-ാമത്തെ വചനമാണ്. എന്താണ് അതിന്റെ അർത്ഥം? തൗബ ആർക്കാണ്? ആർക്കാ തൗബ? കൃത്യമായി ഖുർആൻ പറഞ്ഞു, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു പോകുന്നവർക്കാണ് അല്ലാഹു തൗബ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് ചെയ്യരുത് എന്ന് എനിക്കറിയാം, എന്നിട്ട് ഞാൻ ചെയ്തു, എന്നിട്ട് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങി, വീണ്ടും ഞാൻ അതേ തെറ്റിലേക്ക് പോയി. ഇതാ ചെറുപ്പക്കാരെ, നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കുടുംബിനികൾ നാട്ടിലാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികൾ നാട്ടിലാണ്. ജോലിക്ക് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി വെയിലുകൾ പ്രശ്നമാക്കാതെ, ദൂരം പ്രശ്നമാക്കാതെ, നാട് പ്രശ്നമാക്കാതെ, ഭാഷ പ്രശ്നമാക്കാതെ യാത്ര ചെയ്തു വന്നവരെ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലുകളും നിങ്ങളുടെ റൂമിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങളുള്ള സിസ്റ്റം
അതുപോലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ലാപ്ടോപ്പുകളും ഒക്കെ നിങ്ങളെ ഒരുപക്ഷെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടാകാം. ആ ലാപ്ടോപ്പിനോടും മൊബൈലിനോടും സിസ്റ്റത്തോടുമൊക്കെ രാജി പറയാൻ നിനക്കാവണം. അത് കാണുന്നു, രസിക്കുന്നു, രമിക്കുന്നു, സന്തോഷിക്കുന്നു, എന്നിട്ട് വീണ്ടും തൗബ ചെയ്യുന്നു. നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് സുബഹിക്ക് പോകുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നു. രാത്രി 12 മണി വരെ അനാവശ്യങ്ങൾ കണ്ട് ഞാൻ കിടന്നുറങ്ങി. അതെ, അതിനുശേഷം ഞാൻ കിടന്നുറങ്ങി. 1 മണി വരെ ഞാൻ അനാവശ്യങ്ങളിൽ ഏർപ്പെട്ടു. വേണ്ടാത്തത് ഞാൻ കണ്ടു, കേട്ടു, രസിച്ചു. പക്ഷേ ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തൗബയുണ്ടാകുമോ? ഉണ്ടാകുമോ? പുകവലിക്കുന്നത് ശരിയല്ല, അതവന്റെ ശരീരത്തിന് കേടാണ്, ഒരിക്കലും ശരിയല്ല, ആരോഗ്യത്തിന് കേടാണ്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊന്നുകളയരുത് എന്ന് ഖുർആനിന്റെ വാക്കാണ്, അല്ലേ? ലാ ലററ വലാ ളിറാർ എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ വാക്കുകൾ അവിടെയുണ്ട്. നമ്മൾ നമുക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സ്മോക്കിംഗ് നടത്തുന്നവന് ഒരു റമദാൻ എത്തിയിട്ട് അതിൽ നിന്ന് രാജി പറയാനാവില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ കഥ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? മുഖമക്കനെ മാർവിടത്തിലേക്ക് താഴ്ത്തിയിടണേ എന്ന ആയത്തിറങ്ങുമ്പോ ഇനി നാളെയാവാമെന്ന് വിചാരിക്കാതെ വലുപ്പമുള്ള കുപ്പായത്തിന്റെ അഗ്രഭാഗം മുറിച്ചെടുത്ത് മുഖമക്കനയിലേക്ക് ചേർത്തി മാർവിടത്തിലേക്ക് ഇറക്കിയിട്ട സ്വഹാബ വനിതകളുടെ ചരിത്രങ്ങളെ പഠിക്കുമ്പോ, അല്ലെ, കിബില മാറിയിരിക്കുന്നു എന്ന ആയത്തിറങ്ങുമ്പോ നമസ്കാരത്തിൽ തന്നെ അതേ തിരിച്ച് കഅബാലയത്തിന്റെ അടുത്തേക്ക് മുഖം തിരിച്ച് നമസ്കാരത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു തലമുറയുടെ, ഒരു സമൂഹത്തിന്റെ കഥ പഠിക്കുമ്പോ, നാളെയാവട്ടെ അടുത്ത വർഷങ്ങളാകട്ടെ എന്ന് തീരുമാനിക്കുന്ന നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് തൗബ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഇതാലോചിക്കേണ്ട വിഷയമാണ്. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത് ഹത്താ ഇദാ ഹലറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹു പറയാണ്, ഇവർക്ക് തൗബയില്ല. ആർക്ക് തൗബയില്ല? വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത്, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവർ. ഹത്താ ഇദാ ഹലറ അഹദഹുമുൽ മൗത്ത്, മൗത്ത് അവരിൽപ്പെട്ട ഒരാളിലേക്ക് വന്നെത്തുന്നത് വരെ. അപ്പോൾ അവൻ പറയുകയാണ്, ഖാല ഇന്നി തുബ്തുൽ ആൻ, ഇതാ ഈ സമയത്ത് ഞാൻ ഇതാ ഖേദിച്ചിരിക്കുന്നു റബ്ബേ, അല്ലാഹുവേ ഈ സമയത്ത് ഞാൻ ഇതാ പശ്ചാത്തപിച്ചിരിക്കുന്നു റബ്ബേ. ഖാല ഇന്നി തുബ്തുൽ ആൻ, ഈ സമയത്ത് ഇതാ ഞാൻ മാറ്റത്തിന് തയ്യാറാവുകയാണ് അല്ലാഹ്, ഈ സമയത്തിന് ഞാൻ ഏതൊരു വിധത്തിൽ മാറ്റത്തിനും ഞാൻ റെഡിയാണ് അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവന് തൗബയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വലല്ലദീന യമൂതൂന വഹും കുഫാർ, സത്യനിഷേധികളായിക്കൊണ്ടാണ് അവർ മരണപ്പെടുക. ഉലൈക അഅ്തദിനാ ലഹും അദാബൻ അലീമ, അവർക്കാണ് വേദനാജനകമായ ശിക്ഷ ഒരുക്കിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 18-ാമത്തെ ആയത്ത്. അഹ്ലൻ റമളാൻ എന്ന വിഷയം, അല്ലെ, റമളാനിനെ വരവേൽക്കുക, റമളാനിനെ സ്വാഗതം ചെയ്യുക എന്ന വിഷയം പറയുമ്പോ എന്തിനാ തൗബ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഈ ക്ലാസ് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഞാനൊന്ന് മാറണം, ഈ റമളാനെങ്കിലും എനിക്കൊന്ന് സജീവമാക്കാനാവണം, ഈ റമളാനെങ്കിലും എനിക്കൊന്ന് സക്രിയമാക്കാനാവണം, ആക്റ്റീവായി ഞാൻ പള്ളിയിൽ ഉണ്ടാകണം, എന്റെ ഹൃദയം മാറണം, എന്റെ നെയ്യത്ത് മാറണം, എന്റെ സ്വഭാവം മാറണം, എന്റെ ജീവിതത്തിന്റെ ക്രമങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. എന്നിട്ട് A to Z എന്റെ ജീവിതത്തിൽ മാറ്റത്തിന് വിധേയമായി ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇന്നലകളിൽ കുടിച്ചിരുന്ന ലഹരിയുള്ള പാനീയം ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ല. കുടിച്ചിരിക്കുന്ന ആളുകളോട് ഏതെങ്കിലും അർത്ഥത്തിൽ കൂറ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിക്കുന്നവനല്ല, ഞാൻ അതൊരിക്കലും ആസ്വദിക്കുന്നവനല്ല, ആ ലഹരി ഞാൻ ഒരിക്കലും ഉപയോഗിക്കുന്നവനല്ല, അശ്ലീലത ഞാൻ കാണുന്നവനല്ല. കാണുന്നവർക്ക് വേണ്ടി, രസിക്കുന്നവർക്ക് വേണ്ടി, ആസ്വദിക്കുന്നവർക്ക് വേണ്ടി, കൈമാറ്റം നടത്തുന്നവർക്ക് വേണ്ടി, അതിനുവേണ്ടി ഇടപാടുകൾ നടത്തുന്നവർക്ക് വേണ്ടി കൂട്ടുനിൽക്കാൻ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. ആ അർത്ഥത്തിലുള്ളൊരു മാറ്റം എനിക്കും നിങ്ങൾക്കും വരുത്താൻ പറ്റുമെങ്കിൽ അവിടെയാണ് സത്യത്തിൽ നമ്മളെ റമളാൻ സ്വാധീനിക്കുന്നത്. അതല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും. പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരാരാ? പ്രയാസങ്ങൾ ഉണ്ടാവും, അള്ളാഹുവിനോട് പറയും. സൂറത്ത് സുമറിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില വിഭാഗത്തെ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിനോട് പറയുന്ന ഒരു ടീമുണ്ട്. അതൊക്കെ മാറിപ്പോയാൽ അള്ളാഹനെ മറന്നു പോകുന്ന ഒരു ടീമുണ്ട്. വഇദാ മസ്സൽ ഇൻസാന ളുർറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി.
അല്ലെ? എന്താണ് പറഞ്ഞതിനർത്ഥം? ഒരു മനുഷ്യന് ളുർറ് വന്നാൽ, പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, കഷ്ടപ്പാട് വന്നാൽ, ദുരിതം വന്നാൽ, ദഅ റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഖേദിച്ചു മടങ്ങി, അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ഖേദപൂർവം അങ്ങോട്ട് താഴ്മയോടുകൂടി മടങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ثم إذا خوله نعمة منه نسي ما كان يدعو إليه. അല്ലാഹ് ഒരു നിഅമത്ത് അവന് കീഴ്പ്പെടുത്തി കൊടുത്ത് അവന്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞാൽ നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് ഏതൊരു വിഷയത്തിനു വേണ്ടിയാണോ ഇവൻ അവന്റെ റബ്ബിനോട് ദുആ ചെയ്തിരുന്നത് അതവൻ മറന്നുപോയി. മനുഷ്യരെ, ഇത് നമുക്കുണ്ടോ ഈ സ്വഭാവം? പ്രശ്നം വരികയാണ്, കച്ചവടം മുടങ്ങാണ്, നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്, സാലറിക്ക് ബുദ്ധിമുട്ട് വരികയാണ്, ഉപ്പക്കസുഖം വരികയാണ്, കുടുംബത്തിൽ വലിയ രോഗം പിടിപെട്ട ഒരാളെ കുറിച്ചുള്ള വാർത്ത വരികയാണ്, സാമ്പത്തികമായ ദുരിതങ്ങൾ ഉണ്ടാവുകയാണ്. എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് ജുബൈലിന്റെ പള്ളിയിൽ വെച്ച്, പരിസര പ്രദേശത്തിൽ അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞവരെ അസുഖം മാറിയപ്പോ, കഷ്ടപ്പാട് നീങ്ങിയപ്പോ, ദുരിതങ്ങൾ മാറിപ്പോയപ്പോ, പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്തപ്പോൾ, ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയപ്പോൾ അള്ളാഹുവിനെ മറന്ന് അന്ന് കിട്ടുന്ന തഖ്വ കിട്ടാതെ, അന്ന് കിട്ടുന്ന ഭക്തി കിട്ടാതെ അവിടെ അവസാനിക്കുന്നില്ല. റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന വിഷയത്തിലേക്ക് മനുഷ്യലോകം നടന്നു പോകുന്നുണ്ടോ? വജഅല ലില്ലാഹി അൻദാദാ. മുസ്ലിം സമുദായം എന്ന് പറയപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഓർക്കണം, നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഓർക്കണം. എന്നിട്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിയപ്പോ അള്ളാഹുവിനെ മറന്ന് പല വർത്തമാനങ്ങളും പറയുന്നവർ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിയപ്പോ അതിന് നന്ദി കാണിക്കാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കേന്ദ്രത്തിലേക്ക് നടന്നു പോകുന്നവർ, വജഅല ലില്ലാഹി അൻദാദാ, മറന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിന് അവൻ സമന്മാരെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ലിയുളില്ല അൻ സബീലിഹി ഖുൽ തമത്തഅ ബികുഫരിക ഖലീലാ. നബിയേ, അവരോട് പറയണം, അല്പകാലം നിങ്ങൾ ആസ്വദിച്ചോ, അല്ലെങ്കിൽ നീ ആസ്വദിച്ചോ, ഇന്നക മിൻ അസ്ഹാബിൻ നാർ, താങ്കൾ നിശ്ചയമായും നരകത്തിന്റെ ആളാണ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിൽ 8-ാമത്തെ വചനമാണ്. അപ്പൊ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കുന്ന, ഞാനും നിങ്ങളും ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. പിന്നെയോ എനിക്ക് നന്നാവാൻ ഒരു ശുദ്ധീകരണ പ്രവർത്തനം നടത്താൻ അള്ള തരുന്ന ചാൻസാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഉപയോഗിക്കണം. എനിക്ക് നന്ദി കാണിക്കാനുള്ള അവസരമാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം മറന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീടാൻ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുവാൻ, രാത്രി നമസ്കാരം ദീർഘമായി നിർവഹിക്കുവാൻ, പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഞാൻ നന്ദിയുള്ളവനായി മാറാൻ എനിക്കൊരു അവസരം തന്നതാണ്. ആർക്കോ വേണ്ടി ഞാൻ ഒന്ന് ചെയ്യുകയല്ല. അങ്ങനെ നിങ്ങൾ നന്ദി കാണിച്ചാൽ ആ നന്ദി നിങ്ങൾക്കാണ്. അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുകയാണ്, എന്നെ തൃപ്തിപ്പെടുകയാണ്, നമ്മെ തൃപ്തിപ്പെടുകയാണ്. നന്ദി കേട് കാണിച്ചാലോ, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല, അവൻ നിരാശ്രയനാണ്, അവൻ ഗനിയാണ്. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ വലാ യർളാ ലി ഇബാദിഹിൽ കുഫ്റ, അള്ളാഹു ഒരിക്കലും നന്ദി കേട് കാണിക്കുന്നതിനെ ഇഷ്ടപ്പെടുകയില്ല. വഇൻ തഷ്കുറു യർളഹു ലക്കും, എങ്കിൽ നിങ്ങൾ ശുക്ർ കാണിച്ചാൽ ആ അള്ളാഹു അത് വെച്ച് നിങ്ങളെ തൃപ്തിപ്പെടുകയാണ്. വല തസിറു വസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറുകയില്ല, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറുകയില്ല. സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, നിങ്ങളുടെ മടക്കം നിങ്ങളുടെ റബ്ബിലേക്കാണ്. അവിടെ വെച്ച് ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി പ്രിയപ്പെട്ടവരെ നമ്മളെ അറിയിക്കുന്നതാണ്. നഹു അലീമും ബിദാത്തിസ് സുദൂർ, അവൻ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ്. ആര്? അല്ലാഹ്. അപ്പൊ നന്ദി കാണിച്ചാൽ ആർക്ക് അതിന്റെ ലാഭം? നമുക്ക്. നന്ദികേട് കാണിച്ച നഷ്ടാർക്ക സുഹൃത്തുക്കളെ? അതും നമുക്കാണ്. ഈ ഓർമ്മ ഉണ്ടാവണം. എന്നിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇവിടെ സമ്പത്ത് ഉപയോഗിക്കാനുള്ള അവസരം അല്ലാഹ് തരികയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് അടുക്കുവാനുള്ള അവസരം അല്ലാഹു തരികയാണ്. അറിയോ, ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തുവാനുള്ള അവസരം അല്ലാഹു ഉണ്ടാക്കി തരികയാണ്. മാനസികമായി ഒരു തയ്യാറെടുപ്പ് നടത്താൻ ഒരു നിർബന്ധിതമായ മേഖലകളിലൂടെ അല്ലാഹു പാകപ്പെടുത്തി അവസരങ്ങൾ ഉണ്ടാക്കി തരികയാണ്. എന്നിട്ട് സഹാബത്തിന്റെ കഥ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുകവലി പോലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, റബ്ബിനു വേണ്ടി മാറ്റി നിർത്താൻ ഇനിയും എനിക്കതിന് ചില സ്റ്റെപ്പുകൾ വേണമെന്ന് പറയുന്നവരാണ് നമ്മളെങ്കിൽ
ഓർക്കുന്നുണ്ടോ? ചില ആളുകൾ പറയാൻ നിർത്തണം എന്നുണ്ട്, പടിപടിയായിട്ട് നിർത്തുകയാണ്. എന്തിന്? ഒരു പുകവലി നിർത്താനേ. അല്ല ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു നിസ്സാരമായ കാര്യം നമ്മുടെ വാപ്പ പറയുന്നത് എന്താ അറിയോ? എത്രയോ കുറച്ചിട്ടുണ്ട് ഞാൻ, ഇനി ഞാൻ കുറച്ച് സ്റ്റെപ്പ് ഉപയോഗപ്പെടുത്തി ഞാൻ അത് അവസാനിപ്പിക്കുന്നു. നിസ്സാരമായ ഒരു പുകവലി. ഉഹദിൽ മരിച്ചാൽ എന്ത് കിട്ടും ഞങ്ങൾക്ക് നബി എന്ന് ചോദിക്കുമ്പോ സ്വർഗം എന്ന് പറയുമ്പോ തിന്നുന്ന കാരക്ക മാറ്റിവെച്ച് യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾ അതേ വല്ലാതെ തടിച്ചു നിൽക്കുന്ന ഒരുക്കങ്ങളോടുകൂടി നിൽക്കുന്ന പടക്കളത്തിലേക്ക് ചാടിയിറങ്ങുന്ന സഹാബത്തിന്റെ കഥ പറയുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ പറയാണ് ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവസാനിപ്പിക്കും. ഏത്? ഈ ചെറിയ തിന്മ പോലും, ഒരു നിസ്സാരമായ കാര്യം പോലും അതിന് നമുക്ക് നോമ്പ് തുറന്ന ഉടനെ പുകവലിക്കുന്നു. സുബഹി ബാങ്കിന്റെ 10 മിനിറ്റ് മുമ്പ് വരെ പുകവലിക്കുന്നു അല്ലേ? രാത്രി സമയങ്ങളിൽ വീണ്ടും മൊബൈലുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിംബൂസിലും പ്രിയപ്പെട്ടവരെ കണ്ണുകൾ ഓടിക്കുകയാണ് നമ്മൾ. അനാവശ്യങ്ങൾ ഞാനും നിങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നവരാണ്. അതിന്റെ പോസിറ്റീവായ വശങ്ങൾ ഉപയോഗിക്കണം. നാട്ടിൽ അധിക മുസ്ലിം വീടുകളിലും റമദാനിൽ ടിവികൾ അടക്കുകയാണ്, ടെലിവിഷൻ പൂട്ടിവെക്കുകയാണ്, അതിന്റെ കണക്ഷൻ മാറ്റിവെക്കുകയാണ്. ഇനി നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട് മതി എന്നാണ്. സീരിയലുകളും സിനിമകളും വേണ്ട എന്നല്ല, റമദാൻ കഴിഞ്ഞിട്ട് മതി. നിയ്യത്തെന്താ? ഇത് നിർത്തുന്നല്ല, റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങാന്നാണ്. അവന്റെ നോമ്പല്ല സ്വീകരിക്കോ? അവന്റെ നോമ്പല്ല സ്വീകരിക്കോ? ഓനെ തല്ലണമെന്നുണ്ട്, നോമ്പുറക്കട്ടെ. പിന്നെ അവനെ നോമ്പ് വിട്ടിട്ട് എന്താ കാര്യം? ആ വൃത്തികേട് ചെയ്യണം, പക്ഷെ നോമ്പ് തുറക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് ഈ റമദാൻ മാസത്തിൽ വേണ്ട. അത് കണക്ഷൻ മാറ്റി വെച്ചേക്ക്, അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, അത് മൂടി വെച്ചേക്ക്. പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്യണം. മലപ്പുറം ജില്ലയിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ടാക്കീസുകൾ റമദാൻ മാസത്തിൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും പൂട്ടിയിടും. നടത്തുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെയായ ആളുകൾ ടാക്കീസുകൾ റമദാൻ മാസത്തിൽ പൂട്ടും. എന്നിട്ട് അവർ പറയും പെരുന്നാളിന് നമുക്ക് പുതിയ ചിത്രവുമായി തുറക്കാം. റമദാനിൽ ഈ ടാക്കീസുകളിലേക്ക് മുസ്ലിം സമുദായം വരില്ല. അവർ വരും എന്ന് റമദാൻ അവസാനിച്ച് പിറ്റേ ദിവസം രാവിലെ അതാ ഏറ്റവും പുതിയ ചിത്രം കാണാൻ കൂട്ടമായി മുസ്ലിം ഉമ്മത്ത് വരും. അതുകൊണ്ട് പുതിയ ചിത്രവുമായി റമദാനിൽ നമുക്ക് ഇവരെ വരവേൽക്കാം. ഇതല്ലേ സത്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? ഇവർ നോമ്പ് നോട്ടിട്ട് എന്ത് കാര്യമാണ്? കെമ്മിൻ സ്വാഇമിൻ എന്ന് ചോദിക്കുന്ന കുറെ ഹദീസുകളുണ്ട്. എത്ര നോമ്പുകാരാണ്? അങ്ങോട്ട് പ്രവേശിക്കാൻ സമയമില്ല. എത്ര നോമ്പുകാരാണ്? ഇനി നോമ്പുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഞാൻ വേഗത്തിൽ ഏതാനും മിനിറ്റുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതിനാ നോമ്പ്. മുമ്പുള്ള ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നു, അവർക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. എന്തിന്? അവർക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ്. അതിനാ നോമ്പ്. നോമ്പിലൂടെ നമുക്കൊരു വലിയ തഖ്വ വരാനുണ്ട്. എല്ലാറ്റിനും ഒരു പരിച വെക്കുകയാണ് അല്ലാഹു. അതുകൊണ്ടാണ് നോമ്പ് ഒരു ജുന്നത്താണെന്ന് പറഞ്ഞത്. നോമ്പ് ഒരു പരിചയാണ്. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. ഇല്ല, ഈ പോസ്റ്റർ എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ നോമ്പുകാരനാണ്. അനസ്വായിം, ഞാൻ നിന്നോട് കുതർക്കത്തിനില്ല. അനസ്വായിം, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ നോമ്പുകാരനാണ്. ഞാൻ ആ പാർക്കിൽ ചെന്നിരിക്കാനില്ല, ഞാൻ നോമ്പുകാരനാണ്. ഞാൻ അങ്ങാടിയിൽ ഇരിക്കാനില്ല, ഞാനൊരു നോമ്പുകാരനാണ്. അടുത്ത 11 മാസക്കാലം പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ, വൃത്തികേടുകൾ കാണാതിരിക്കുവാൻ, വൃത്തികേടുകൾ കേൾക്കാതിരിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കുകയാണ് ഒരു മാസത്തെ ഈ പരിചയിലൂടെ. അസ്സൗമു ജുന്ന, അതാ നോമ്പ് പരിചയം എന്ന് പറഞ്ഞാൽ. അത് വെറുതെ അങ്ങോട്ട് പ്രയോഗിക്കുകയല്ല, ഒരു തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്ത് പ്രിയപ്പെട്ടവരെ, നോമ്പ് നമുക്ക് നിർബന്ധമാക്കുന്നത് എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയുകയാണ്. നോമ്പ് ഒരു ജുന്നയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്താണ്? അല്ലാഹു എന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹുവലി, അതെനിക്കുള്ളതാണ്. അപ്പൊ നമസ്കാരോ, അപ്പൊ സക്കാത്തോ, അപ്പൊ ഹജ്ജോ അതുപോലെയൊന്നുമല്ല. ഇപ്പൊ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരുടെ നമസ്കാരം സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിസ്കരിക്കുന്നുണ്ട് നമുക്ക് പറയാം, ഓ നിസ്കരിക്കുന്നവനാണ് എന്ന്. പക്ഷെ നോമ്പുകാരനെ കുറിച്ചോ നോമ്പുകാരനാണ് എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ അഭിനയത്തിലൂടെ പറയാന്നല്ലാതെ നോമ്പുകാരനാണോ അല്ലേ എന്ന് ആ നോമ്പെടുക്കുന്ന ആൾക്കും അള്ളാഹുവിനെ അറിയുള്ളൂ. അങ്ങനെയല്ലേ സത്യത്തില്? അവൻ ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നതെങ്കിലോ നമുക്കാർക്കും അത് നിർണ്ണയിക്കാനാവില്ല.
അള്ളാഹ് പറയാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഹുവലീ വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ്. നോമ്പ് എനിക്കുള്ളതാണ്. അപ്പൊ നമസ്കാരം ആർക്കുള്ളതാണ്? സക്കാത്ത് ആർക്കുള്ളതാണ്? അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇബാദത്തുകൾ തന്നെയാണ്. പക്ഷെ നോമ്പിനെ അള്ളാഹു പ്രത്യേകമായി എടുത്ത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഇനി ആ നോമ്പിൽ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പെടുത്താൽ അല്ലാഹു തആല പറയുന്ന പ്രതിഫലങ്ങൾ വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. ഒരു റിവായത്ത് ഇങ്ങനെയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസത്തെ നോമ്പ് അവൻ അനുഷ്ഠിച്ചാൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാർ, അവനും നരകത്തിനുമിടയിൽ ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർള്. സുബ്ഹാനല്ലാഹ്, അവനും നോമ്പിനും ഈ നരകത്തിനുമിടയിൽ അല്ലാഹു ഒരു ഖന്ദഖ് ഉണ്ടാക്കും. എത്ര ദൂരം ഉണ്ടാവുന്നറിയോ? ഖന്ദഖിന് ആകാശഭൂമിയോളം വിശാലമായ ഒരു ഖന്ദഖ് അല്ലാഹു ഏർപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു നോമ്പ് കൊണ്ട് വലിയൊരു കിടങ്ങ്, അത് ചാടിക്കിടക്കാനും ഓടിക്കിടക്കാനും ഒരിക്കലും അങ്ങോട്ട് മുറിച്ചു കിടക്കാനാവാത്ത വിധത്തിൽ ആകാശഭൂമിയോളം വ്യത്യാസമുള്ള ഒരു ഖന്ദഖ് പ്രിയപ്പെട്ടവരെ നോമ്പുകാരനും നരകത്തിനുമിടയിൽ ഇടുമെന്ന് നിശ്ചയിക്കുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അൽബാനി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുകയാണ്. 563-ാമത്തെ ഹദീസായി. പ്രിയപ്പെട്ടവരെ, അവിടെ അവസാനിച്ചില്ല. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ചില റിവായത്തിൽ ബഅദല്ലാഹ്, ചില റിവായത്തിൽ ബഅദല്ലാഹ്, അല്ലാഹ് അകറ്റും. അല്ലാഹ് അകറ്റും. എവിടെ അകറ്റും? ആരകറ്റും? വജ്ഹഹു, അവന്റെ മുഖത്തെ അകറ്റും. റമളാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് നമുക്ക് ലഭിക്കും. ഒരു നോമ്പെടുത്താൽ അല്ലാഹു തആല വജ്ഹഹു, അവന്റെ മുഖത്തെ അകറ്റുകയാണ്. അനിന്നാർ, നരകത്തിൽ നിന്ന് 70 ഖരീഫ, 70 വർഷം വഴി ദൂരം. നരകം എവിടെയാണോ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്ന് 70 വർഷം വഴി ദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അവന്റെ മുഖത്തെ അള്ളാഹു മാറ്റി നിർത്തും. അപ്പൊ 30 നോമ്പും അള്ളാഹു സ്വീകരിക്കുന്നത് പോലെ ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി. എന്താണ് വഹ്തിസാബ്? എനിക്ക് കൂലി കിട്ടണം, എന്റെ നോമ്പ് സ്വീകരിക്കണം, എന്റെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യണം. പടച്ചവനെ, അള്ളാഹുവേ, ഈ നോമ്പ് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആരും സ്വീകരിക്കാനില്ല. അങ്ങനെ ഒരു ഇഹ്തിസാബോടുകൂടി ഈമാനോടുകൂടി ഒരു ദിവസത്തെ നോമ്പെടുത്താൽ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റുന്നത് 70 ഖരീഫ, 70 വർഷം വഴി ദൂരമാണ്. അപ്പൊ 30 നോമ്പെടുത്താലോ? 30 × 70 2100 വർഷം. പ്രിയപ്പെട്ടവരെ, എന്നെയും നരകത്തെയും നിങ്ങളെയും നരകത്തെയും അള്ളാഹു അകറ്റി നിർത്തുകയാണ്. നമ്മുടെ മുഖം 2100 വർഷം 2100 വർഷം യാത്ര ചെയ്യാൻ വഴി ദൂരമുള്ള ഭാഗത്തേക്ക് നരകാഗ്നിയെ, ജഹീം എന്ന് പറയുന്ന, ജഹന്നം എന്ന് പറയുന്ന, ലവാ എന്നറിയപ്പെടുന്ന, ഹുത്തമ എന്നറിയപ്പെടുന്ന, വൈൽ എന്നറിയപ്പെടുന്ന, സഖർ എന്നറിയപ്പെടുന്ന ഈ നരകങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ അഗ്നികുണ്ടാരങ്ങളെ 2100 വർഷം അപ്പുറത്തേക്കല്ല മാറ്റി നിർത്തി നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ, ഒരു ദിവസത്തെ നോമ്പിലൂടെ 70 വർഷം വഴി ദൂരം അവനെയും അവന്റെ ആ നരകത്തെയും അവന്റെ മുഖത്തെയും മാറ്റി നിർത്തുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അസ്സിയാമു ജുന്ന, വേറെ റിവായത്തിൽ കാണാം, നോമ്പൊരു പരിചയാണ്. വഹിസ്നുൻ ഹസീനും മിനന്നാർ, അവന് ഒരു ഹിസ്നാണത്, ഒരു പരിരക്ഷയാണത്. അല്ലേ? ദിക്റുകളൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ ഹിസ്നു എന്ന പ്രയോഗം കാണാം. ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ പരിരക്ഷയാണത്. അതെ, മുസ്ലിമിന്റെ പരിരക്ഷ, ഒരു സുരക്ഷിതത്വമാണ്, രക്ഷാ കവചമാണത്. പ്രിയപ്പെട്ടവരെ, നോമ്പ്, ഈ നോമ്പാണ് എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു വ്രതാനുഷ്ഠാനത്തിന്റെ സമയം എന്റെ മുമ്പിലേക്ക് അള്ളാഹു നൽകിയിട്ട് അതിന് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റാതെ പോയാൽ നഷ്ടമാണ് നമ്മെ കാത്തിരിക്കുന്നത്. സുദീർഘമായ ഹദീസുകളിൽ നോമ്പുകാരനെ വിളിക്കുന്ന പ്രത്യേക കവാടത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മൻ അൻഫക സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ 2 ഇണകൾക്ക് ചെലവ് കൊടുത്തവർ, അതിന് ചില വിശദീകരണങ്ങൾ ചില പണ്ഡിതന്മാർ നൽകിയത്, ഒരേപോലെ നീതിയോടുകൂടി 2 സ്ത്രീകളെ
ഭാര്യമാരായി വെച്ച് അവർക്ക് ചെലവ് കൊടുത്ത് വേണ്ടതുപോലെ നീതിയോടുകൂടി അവരെ പോറ്റിയവർ, സംരക്ഷിച്ചവർ അവർക്കാണെന്നും മറ്റു ചില വിശദീകരണങ്ങൾ ജോഡിയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്നും രണ്ട് വിശദാംശങ്ങളും നമുക്ക് വായിക്കാനാകും. ശരിയാവട്ടെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ അവനെ മാടി വിളിക്കും. സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ അവനെ മാടി വിളിക്കുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ് വമൻ കാന മിൻ അഹ്ലിൽ സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ. അങ്ങനെ സ്വർഗത്തിന്റെ കവാടങ്ങൾ 8 കവാടങ്ങളെ കുറിച്ചും പരാമർശിക്കുന്ന ഹദീസുകളിലാണ് നോമ്പുകാർക്ക് വേണ്ടി മാത്രം ഒരു കവാടം. ആ കവാടത്തിന്റെ പേര് നമുക്കൊക്കെ അറിയാം. അത് റയ്യാൻ എന്ന കവാടമാണ്. റയ്യാൻ എന്ന കവാടമാണ്. ആ കവാടം അവരെ മാടി വിളിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗസമരത്തിൽ ഏർപ്പെട്ട് അതേ ജിഹാദിൽ ഏർപ്പെട്ടവർക്ക് ബാബുൽ ജിഹാദ് എന്ന ഗേറ്റ് അവരെ മാടി വിളിക്കുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നൽകിയ ഭാരമായ അനുഗ്രഹമാകുന്ന സമ്പത്തിൽ നിന്ന് സ്വതക്ക നിർവഹിച്ചവർക്ക് അതേ ബാബു സ്വതക്ക അവനെ മാടി വിളിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നോമ്പിന് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത നൽകി. എല്ലാ അറബി മാസവും 13, 14, 15, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒക്കെ സുന്നത്തു നോമ്പുകളുടെ കണക്ക് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ പകുതിയോളം നോമ്പുകളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ ഖാല അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇന്ന് പുലർച്ചെ നോമ്പുകാരനായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന ചോദ്യം ആശയം ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അന ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ആരുണ്ടെന്നൊരു ജനാസയെ അനുഗമിച്ചവനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അന ഞാനുണ്ട് നബിയേ. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവനായി ഈ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഖാല അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അന ഞാനുണ്ട് നബിയേ. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള. ഒരു രോഗിയെ സന്ദർശിച്ചവനായി ആരുണ്ട് എന്ന ചോദ്യത്തിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അന ഞാനുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഒരു മനുഷ്യനിൽ ഇതെല്ലാം ഒരുമിച്ച് കൂടിയാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളോട് തിങ്കളാഴ്ച ദിവസം ചോദിക്കാണ്, ഇന്നാർക്കാ സുന്നത്ത് നോമ്പുള്ളത്? ഒരു മരണ വാർത്ത അറിഞ്ഞിട്ട് അതേ ഒരു മയ്യത്തിന് അനുഗമിക്കാൻ ആർക്ക് സാധിച്ചു? ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ ആർക്ക് സാധിച്ചു? അതെ, ഈ അർത്ഥത്തിലൊക്കെ ചോദിച്ചാൽ ഞാന് എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ സുഹൃത്തുക്കളെ? റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പോലുമുള്ള നോമ്പിനെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷത്തോടുകൂടി അതിന് കിട്ടാവുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വാർഷികമാണ് ഈ റമദാൻ എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ നമുക്ക് പറയാം, അല്ലേ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വാർഷികം പോലെയുള്ള അതേ മാസമാണ്. ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? 5 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ഖുർആനിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഖുർആനിന്റെ മാസ്മരികതയെ കുറിച്ച്, ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, ഖുർആൻ പരാമർശിച്ച പരാമർശങ്ങളെ കുറിച്ച്, ഖുർആനിന്റെ പ്രവചനങ്ങളെ കുറിച്ച്, ഖുർആനിന്റെ ചരിത്രങ്ങളെ കുറിച്ച്, ഖുർആൻ പറഞ്ഞിരിക്കുന്ന കഥകളെ കുറിച്ച് എത്ര കണ്ട് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുണ്ട് സുഹൃത്തുക്കളെ. 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് ഖുർആനിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുമ്പോ പുതുമയുള്ള ആശ്ചര്യപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. വേറൊരു ഗ്രന്ഥത്തിനും ആ പ്രത്യേകതയില്ല. വേറൊരു ഗ്രന്ഥത്തിനും ഇങ്ങനൊരു മാസ്മരിക ശക്തിയില്ല. ഖുർആനിൽ നിന്ന് ഞാൻ 4 ആയത്തോതുമെന്ന് വിചാരിച്ചിരുന്നാൽ, അതിനു വേണ്ടിയിരുന്നാൽ 8 ആയത്തോതിപ്പോകും. ഖുർആനിൽ നിന്നൊരു പേജ് ഓതിയിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് പോവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ 2 പേജ് ഓതാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കും. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് 10 പേജ് വായിച്ചു തീർത്തിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ സാധിക്കാതെ പോവലാണ് സാധാരണ പതിവ്, അല്ലേ സുഹൃത്തുക്കളെ? ഫാത്തിഹ സൂറത്ത് ഒരു ദിവസം ഫർളായ നമസ്കാരത്തിൽ 17 തവണ ഓതി, സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെയും ഓതിയിട്ട് എന്നും ഒരു ഫാത്തിഹ എന്നൊരു മടുപ്പിന്റെ വർത്തമാനം അല്ല, ഒരു ആലസ്യത്തിന്റെ വർത്തമാനം എന്നെങ്കിലും ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ നിങ്ങൾ ഓദിക്കോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ
ഖുർആൻ നിങ്ങൾ ധാരാളമായി ഓതിക്കോ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ആ ഖുർആനിന്റെ അനുയായികൾക്ക് ഷഫീആയി നാളെ പരലോകത്ത് ഖുർആൻ കടന്നു വരും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ഹദീസ് ഏതാണത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്, ഏറ്റവും ഖൈറായ ആളാരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിലെ കോടീശ്വരനാണ് എന്നല്ല, ഡിഗ്രിയും ബിരുദാനന്ദ ബിരുദങ്ങളും എടുത്തവരാണ് എന്നല്ല, പിന്നെയോ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായവനെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മാഹിർ, നിപുണനാരാണ്, നൈപുണ്യം നേടിയവൻ ആരാണ്, ഖുർആനിന്റെ വിഷയത്തിൽ നിപുണത നേടിയവൻ ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ ഏറ്റവും നിപുണതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളുടെ സീറ്റ് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാനി. ഇനിയത് ഓതാൻ പ്രയാസമുള്ളവനാണ്, പഠിക്കാൻ പറ്റിയിട്ടില്ല, അവസരങ്ങൾ ലഭിച്ചിട്ടില്ല, തപ്പിത്തടഞ്ഞുകൊണ്ട് തപ്പിത്തടഞ്ഞുകൊണ്ട് അവൻ അത് ഓതാൻ ശ്രമിച്ചാൽ, അറബി ഭാഷയിൽ തപ്പിത്തടയുന്നതിന് വർത്തമാന വാക്കെന്താണ്? അത് പറഞ്ഞാൽ തന്നെ തപ്പിത്തടയും. അങ്ങനെ പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ ലഹു അജ്റാനി, അവർ രണ്ട് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മസലുൽ മുഅ്മിനി അല്ലദീ യഖറഉൽ ഖുർആന മസലുൽ ഉത്റുൻജ. ഖുർആൻ ഓതുന്ന മുഅ്മിനിന്റെ ഉപമ മധുര നാരങ്ങയെ പോലെയാണ്. റീഹുഹാ ത്വയ്യിബ്, അതിന്റെ സുഗന്ധം എത്ര നല്ല സുഗന്ധമാണ്. വത്വഅമുഹാ ത്വയ്യിബ്, അതിന്റെ രുചി എത്ര സ്വാദിഷ്ടമുള്ളതാണ്. മസലുൽ മുഅ്മിനി അല്ലദീ ലാ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉപമ, ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉപമ കമസലി തംറ, ഒരു ഉണക്കക്കാരക്കയെ പോലെയാണ്. എന്താ ഇതിന് പ്രത്യേകത? ലാ റീഹ ലഹാ, അതിന് സുഗന്ധമൊന്നും ഉണ്ടാവില്ല. വത്വഅമുഹാ ജയ്യിദ്, അതിന്റെ രുചിയൊക്കെ നല്ലതാണ്. ഹുൽവൻ, മധുരമുള്ളതാണ്. പക്ഷേ ഖുർആൻ ഓതാത്തൊരു മുഅ്മിനിന്റെ കൂടെ നടന്ന നിങ്ങൾക്ക് സുഗന്ധം കിട്ടൂല. ആള് പ്രശ്നമൊന്നുമില്ല, അവന്റെ അടുക്കൽ നിന്ന് ഇൽമിയായ വശങ്ങൾ കിട്ടണമെങ്കിൽ, സുഗന്ധം പുറത്തേക്ക് വരണമെങ്കിൽ ഖുർആൻ ഓതുന്ന മുഅ്മിനായി മാറണമെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈനി റജുലൻ അതാഹു അല്ലാഹുൽ ഖുർആന വഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വആനാ അൻ-നഹാർ. രാത്രി അന്ത്യയാമങ്ങളിലും പകലിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതുന്നവൻ, അവന്റെ വിഷയത്തിൽ അസൂയ വെക്കാവുന്ന രണ്ടാളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ആ മനുഷ്യനാണ്. അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം. അവനേക്കാൾ ഓതാൻ, അവനേക്കാൾ സുദീർഘമായി നമസ്കരിക്കാൻ, അവനേക്കാൾ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുവാൻ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ നിങ്ങൾക്കൊരു വാശി വെക്കുന്നതിന് വിരോധമില്ല എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോ അലിഫ് വേറെയാണ്, ലാം വേറെയാണ്, മീം വേറെയാണ്. ലാ അഖൂൽ, ഞാൻ ഒരിക്കലും പറയുകയില്ല അലിഫ് ലാം മീം എന്നത് ഹർഫുൻ, ഒരു ഹർഫാണ് എന്ന്. മറിച്ച് വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് എന്നത് വേറെ ഹർഫാണ്. ലാമുൻ ഹർഫുൻ, ലാമ് വേറെ തന്നെയാണ്. വമീമുൻ ഹർഫുൻ, മീമ് വേറെ തന്നെയാണ്. ഇതിനൊക്കെ 10 ഇരട്ടി, അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ഓരോ അക്ഷരത്തിനും തരുന്ന ഗ്രന്ഥം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനാണ്. ഇതൊക്കെ ആലോചിക്കുന്നുണ്ടോ നമ്മള്? പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഇന്ന് വരെ അതിന്റെ മലയാള പരിഭാഷ നമ്മുടെ വീട്ടിലും പള്ളിയിലും ഓഫീസുകളിലും നമ്മുടെ ജാലിയാത്തുകളിലും ഉണ്ടായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ 20, 30, 40 കൊല്ലമായി മുസ്ലിമായി ജീവിച്ചിട്ട് ഒരൊറ്റ തവണ പോലും വായിച്ചു തീർക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഖേദിക്കണേ നിങ്ങൾ, ദുഃഖിക്കണേ നിങ്ങൾ, ആശ്ചര്യപ്പെടുന്നു നിങ്ങളുടെ വിഷയത്തിൽ. കാരണം എന്താണെന്നറിയോ? ഞാൻ ബോധപൂർവം പറയുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുമല്ലേ? നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമല്ലേ? നിങ്ങൾക്ക് തമിഴും കന്നഡയും തെലുങ്കും ലോകത്തിന്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ? ഫ്ലുവന്റായി നിങ്ങൾ അവരുടെ ഭാഷ സംസാരിക്കുമല്ലേ? നിങ്ങൾ മുസ്ലിമായി ജനിച്ചു, പാരമ്പര്യമായ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അതിനവസരങ്ങൾ ലഭിച്ചു. 50, 40, 30 വർഷങ്ങളായി നിങ്ങൾ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ കലാമ് തുറന്ന് ഒരു പേജിന്റെ അർത്ഥം പറയാൻ സാധിക്കാത്ത ദൗർഭാഗ്യവന്മാരായ മുസ്ലിങ്ങളാണ് നമ്മൾ, അല്ലേ? സിലബസ് മാറുമോ, അർത്ഥം മാറുമോ, വാക്ക് മാറുമോ, ആശയം മാറുമോ, അക്ഷരം മാറുമോ, മാറാത്ത ഗ്രന്ഥം 30, 40 കൊല്ലമായി ഉപയോഗിക്കാൻ അവസരം ലഭിച്ചിട്ടും ഖുർആനിന്റെ പേജിൽ നിന്ന്
ഒരു പേജ് തുറന്ന് അർത്ഥം പോലും പറയാൻ സാധിക്കാത്ത ദൗർബല്യരായി ഞാനും നിങ്ങളും തുടരുന്നു. അപ്പൊ ഞാനും നിങ്ങളും ഖുർആനുമായി എത്ര ബന്ധമുണ്ട്? ഞാനും നിങ്ങളും ഖുർആനുമായി എത്ര ബന്ധമുണ്ട്? ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു കമ്പനിയിൽ എത്തിയപ്പോൾ മാസങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുത്തവരെ, ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മാസക്കാലം താമസിക്കാൻ അവസരം ലഭിച്ചപ്പോ ആ ഭാഷ കൈക്കലാക്കി സംസാരം തുടങ്ങിയവരെ, അള്ളാഹുവിന്റെ കലാമ് എളുപ്പമാണ് പഠിക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്, ആ ഭാഷ പഠിക്കാൻ എളുപ്പമാണ്. എന്നിട്ട് 30, 40, 50 കൊല്ലം കിട്ടിയിട്ടും എനിക്കും നിങ്ങൾക്കും അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ദൗർഭാഗ്യം തന്നെയാണ് എന്നെയും നിങ്ങളെയും പിടികൂടിയിട്ടുള്ളത് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയം അവസാനിക്കുകയാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ, ഒരു ജനവിഭാഗത്തെ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് ചില ആളുകളെ അള്ളാഹു തആല ഈ ഖുർആൻ കൊണ്ട് വല്ലാതെ ഉയർത്തും, ഖുർആൻ കൊണ്ട് വല്ലാതെ ഉയർത്തും. എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ ദീന് വിട്ടുപോയ, ആദർശം വിട്ടുപോയ ആളുകളെ അള്ളാഹുവിന്റെ കലാമ്, ഒരു പണ്ഡിതനെ കെൽബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടി, നായ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ, അല്ലേ? ഈ ഖുർആൻ കൊണ്ടുണ്ടല്ലോ ചില ആളുകൾ അള്ളങ്ങനെ ഉയർത്തും. അതിങ്ങനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടു പോകും. പക്ഷേ ഒന്നുകൂടി മനസ്സിലാക്കണം, ചില ആളുകളെ ഈ ഖുർആൻ താഴ്ത്തിക്കളയും, നിന്ദ്യരാക്കി മാറ്റും. നാളെ പരലോകത്ത് ഈ ഖുർആൻ പോസിറ്റീവും നെഗറ്റീവുമായി സാക്ഷി പറയും, പോസിറ്റീവും നെഗറ്റീവുമായി സാക്ഷി പറയും. അള്ളാഹുവേ, ഈ ഇബ്രാഹിം, ഈ മുഹമ്മദ്, ഈ ശിഹാബ് ഉണ്ടല്ലോ, സൂറത്തുൽ ബഖറ എഴുന്നേറ്റ് നിൽക്കുകയാണ് റബ്ബിന്റെ കോടതിയിൽ, സൂറത്തുൽ ബഖറ എഴുന്നേറ്റ് നിൽക്കുകയാണ്, സൂറത്ത് ആൽ ഇമ്രാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയും, ഖുർആനിന്റെ ഓരോ സൂറത്ത് പറയും, അള്ളാഹുവേ, ഈ മുഹമ്മദ് എന്നെ ധാരാളമായി ഉപയോഗിച്ചവനാണ്, അവന് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുകൾ പറയുമെന്ന് ഹദീസിൽ നിന്ന് വായിക്കാനാകും നമുക്ക്. ചില ആളുകൾക്കെതിരെ പറയും ഖുർആൻ. ആ ദൗർഭാഗ്യവന്മാരിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കുടുംബങ്ങളെയും ഈ ആദർശ ബന്ധുക്കളായ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി കേൾക്കണം. ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി, അയൽവാസിയാകുന്ന, അതുപോലെ സമ്പത്ത്, മക്കള്, കുടുംബം, എല്ലാ ഫിത്നയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അസ്വലാത്ത്, നമസ്കാരം. ഒരു മനുഷ്യന്റെ ഫിത്നയിൽ നിന്ന്, കുടുംബത്തിന്റെ ഫിത്നയിൽ നിന്ന്, അവന്റെ സമ്പത്തിന്റെ ഫിത്നയിൽ നിന്ന്, അവന്റെ മക്കളുടെ ഫിത്നയിൽ നിന്ന്, അവന്റെ അയൽപ്പക്കക്കാരന്റെ ഫിത്നയിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അസ്വലാത്ത്, അതിൽപ്പെട്ട ഒന്നാണ് അസ്സൗം, അതിൽപ്പെട്ട ഒന്നാണ് അസ്വദഖ, അതിൽപ്പെട്ട ഒന്നാണ് വൽ അംറു വന്നഹി, കൽപ്പിക്കലും നിരോധിക്കലും. ഏത് കൽപ്പിക്കണം, ഏത് നിരോധിക്കണം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ അറിയാലോ. അതിലൊക്കെ ഞാനും നിങ്ങളും പങ്കാളികളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പൊ ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തവരായി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ നിൽക്കുമ്പോ ഒരു 3/4 മണിക്കൂർ കൊണ്ട്, സുഹൃത്തുക്കളെ, ഒരു 45 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ, വളരെ വേഗത്തിൽ ഓടിച്ച് പറഞ്ഞ ഈ സംസാരത്തിൽ എവിടെയെങ്കിലും അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പാവപ്പെട്ടവർ ഒരുപാടുണ്ട്, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട്. അതേ, ഭക്ഷണം ഭക്ഷിപ്പിച്ചോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാനും നിങ്ങളും മറന്നു പോകണ്ട. നോമ്പുകാരന്റെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠകരമായ പദവിയും അതിന്റെ വല്ലാത്ത പ്രത്യേകതയും ഞാനും നിങ്ങളും മറന്നു പോകണ്ട. ഞാൻ എന്റെ നാവ് കൊണ്ട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, കൈ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അതെ, അവൻ ആക്രമിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. അതുകൊണ്ട് റമളാന വരുന്നത്, അവനോട് പോയി കണ്ട്, എന്റെ നാവ് കൊണ്ട് ഞാൻ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞോ, ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. അതുപോലെ ഞാനും നിങ്ങളും യാത്രക്കാരാണ്. മുസാഫിറിന്റെ പ്രാർത്ഥന അള്ളാഹ് തട്ടിക്കളയാത്തതാണ്, നോമ്പുകാരന്റെ പ്രാർത്ഥനയും അള്ളാഹു തട്ടിക്കളയാത്തതാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനാണ് ഈ നോമ്പ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഈ ഓർമ്മയോടുകൂടി ഇറങ്ങുക. അരക്കെട്ട് മുറുക്കി ഉടുക്കാൻ സമയമായി എന്ന അവസാനത്തെ 10 കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? നോമ്പിന് ഒന്ന് ഒരുങ്ങുക. നമ്മൾ ഈ റമളാനെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. ദുശീലങ്ങൾ എന്റെ ജീവിതത്തിൽ പലതുമുണ്ട്.
വാതിൽ കുറ്റിയിട്ടു എന്ന് ഉറപ്പുവരുത്തി ഞാൻ എന്റെ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. എന്റെ മൊബൈലിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, സൈറ്റുകളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും എന്റെ നാവ് രുചിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും എന്റെ കർണപുടങ്ങൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവേ, നീ മാപ്പ് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും മാപ്പ് തരാൻ ഒരാളുമില്ല. അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പ്രിയപ്പെട്ടവരെ ഹൃദയം തൊട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള സമയമാണിത്. ഒരു കുഞ്ഞു ഉമ്മയുടെ തുണിത്തലയിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ആവശ്യം ചോദിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ടവരെ കണ്ണ് ചുമക്കട്ടെ, കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങട്ടെ. എന്നിട്ട് പറയൂ നിങ്ങൾ, അള്ളാഹുവേ, ഞങ്ങൾ ഇതാ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്, ഞങ്ങൾ ഏറ്റവും അടുത്തെത്തി നിൽക്കുകയാണ്. ഒരു സുവർണാവസരം ഇതാ നീ നൽകുന്നു. ഈ റമദാൻ വന്നിട്ട് എന്റെ പാപങ്ങൾ പുറത്തു കൊണ്ടാ അല്ലാ എന്ന് പറയാതെ നീ എനിക്ക് പുറത്തു തരാതെ പോയാൽ അവന് ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ആമീൻ പറഞ്ഞ വിഷയമാണത്. അതുകൊണ്ട് അല്ലാഹുവേ, നീ തട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റമദാനിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർന്ന്, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർന്ന്, ആകാശത്തിലേക്ക് കൽബുയർന്ന്, ഹൃദയം സോഫ്റ്റ് ആകുന്ന വിധത്തിൽ കരഞ്ഞ് 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 പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തീരാ നഷ്ടമായിരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഭീകരമായ സഹിക്കാനാവാത്ത ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും സ്വർഗം കൊണ്ട് അല്ലാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ ഞങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അതിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുമ്പോൾ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കതിലേക്ക് പ്രവേശിച്ച് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ സംസാരം അല്ലാഹുവേ, നിന്റെ ഭവനത്തിൽ വെച്ച് നടത്തിയത് ഈ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രചോദനമാക്കി തീർക്കണേ അല്ലാ. ഈ വാക്കുകളിൽ അബദ്ധങ്ങൾ സംഭവിച്ചത് മാറ്റി തിരിച്ച് വായിച്ച് പഠിക്കാൻ, ഏറെ ചിന്തനീയമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന മുത്തഖ്യങ്ങളിൽ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് തൗഹീദോടുകൂടി മരിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ റമളാനിലുള്ള ഒരുപാട് ആളുകൾ ഈ റമളാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇല്ല. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ഈ നോമ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ രോഗം കൊണ്ട് ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് അല്ലാഹുവേ ആശ്വാസവും പരിഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.